പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ കൽപ്പാത്തിയിലേക്കുള്ള വഴി ബസ്സൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പിൽ വേറൊരു കാഴ്ച കാണുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കൽപ്പാത്തിയിലേക്കുള്ള റോഡും ബസ്സുമൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പുതിയൊരു കാഴ്ച കാണുന്നത്. ഇവിടെ ഈ ജംഗ്ഷനിൽ നേരെ തന്നെ ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്, കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗവൺമെൻറ് കോളേജ് ഉള്ളതാണ്. ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൻ്റെ മുമ്പിലത്തെ ഗേറ്റിൻ്റെ കാഴ്ചയാണ്. എം കൃഷ്ണൻ നായർ ഗേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. ഇവിടുന്ന് ഇടത്തോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഇടത്തോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കൽപ്പാത്തിക്കാരുടെ ബസ് കിട്ടണം. ഏതായാലും പോയി നോക്കാം എന്താണ് സംഭവങ്ങൾ എന്ന് എനിക്കറിയില്ല. ആരോടും ചോദിക്കണം. ഇനി ചോദിച്ച് പോകാം. അതിൻ്റെ അകത്തെ കുറേ കാഴ്ചകളാണ്. റോഡിൽ മുന്നോട്ടുള്ള കാഴ്ചകളാണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗവൺമെൻറ് കോളേജുകളിലൊന്നാണ്. കാണുന്ന ലെഫ്റ്റ് ആണ് കൽപ്പാത്തി എന്ന് പറഞ്ഞു. അവിടെ കിട്ടുന്നതുകൊണ്ട് പുള്ളിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഗ്രാഫി ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇനിയും ചോദിച്ച് തന്നെ പോകേണ്ടിയിരിക്കുന്നു. കണ്ട ഒരു റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കൽപ്പാത്തിക്കുള്ള വഴി എന്നാണ് പള്ളി പറഞ്ഞത്. അപ്പോൾ മുമ്പിൽ ജംഗ്ഷൻ ഉണ്ട്, അവിടെ നേരെ പൊക്കോളാനാണ് പള്ളി പറഞ്ഞത്. ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അപ്പോൾ ഇനി ചോദിച്ച് നടന്ന് പോകാം. അല്ലാണ്ട് ബസ്സൊന്നും കാണുന്നില്ല. ആയിട്ട് ചെറുതല്ലാത്തൊരു ജംഗ്ഷൻ കാണുന്നുണ്ട്. അവിടുന്ന് നേരെ പോകാനായിരിക്കും ഒരു പക്ഷേ ആ ചേട്ടൻ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു പക്ഷേ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ കുറേ ആയി നടക്കുന്നു. ഇപ്പം 1 മണിക്കൂറിന് മുകളിൽ നടന്നത് ഉണ്ടോ. ഗവൺമെൻറ് LPS കൽപ്പാത്തി. ഞാനിപ്പോൾ എത്തിയോ കൽപ്പാത്തി? സ്കൂളിൽ എഴുതി വെച്ചാൽ ഗവൺമെൻറ് LP സ്കൂൾ അയ്യപുരം കൽപ്പാത്തി പാലക്കാട് 73 പാലക്കാട് 03. അപ്പം നേരെ അപ്പോൾ ചേട്ടൻ പറഞ്ഞ വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനി കൽപ്പാത്തിയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ നോക്കി. ഇവിടെ ഒരു ബോർഡുണ്ട്. കൽപ്പാത്തി നേരെ, കോഴിക്കോട് ലെഫ്റ്റ്, കോയമ്പത്തൂർ റൈറ്റ്. കുറേ ബൈപ്പാസുകളുണ്ട്. ഏതായാലും കോഴിക്കോട് നിന്ന് വരുന്ന വഴിക്കൊക്കെ പാലക്കാട് ടൗണിൽ ടച്ച് ചെയ്യേ വേണ്ട കോയമ്പത്തൂർക്കും ഒക്കെ പോകാനായിട്ട്. അതേപോലെ കോഴിക്കോടിന് പോകണമെങ്കിലും ആദ്യം കണ്ട റോഡ് അല്ലെങ്കിൽ ഈ മുമ്പിൽ കാണുന്ന ജംഗ്ഷനിൽ ഇറങ്ങി വന്നുവെച്ചാൽ മതി. അപ്പോൾ നേരെ പോയാൽ കൽപ്പാത്തിയാണ്. ജംഗ്ഷൻ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ്. ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നേരെ കാണുന്ന വഴിയാണ് കൽപ്പാത്തിക്കുള്ളത്. അപ്പം ഇനി അഗ്രഹാരത്തിലുള്ള കാഴ്ചകളിലേക്ക് ചെല്ലുന്ന വഴി തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. നമ്മൾ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കൽപ്പാത്തിയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഭക്ഷണത്തിൻ്റെ ഒരു സ്ഥലം കൂടിയാണ് കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ. കുറേ ഹോട്ടലുകളുണ്ടെന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഏതൊക്കെയോ വീഡിയോകളിൽ കണ്ടിരുന്നു. ഏതായാലും നമുക്ക് കൽപ്പാത്തിയിലെ തെരുവുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക്. കൽപ്പാത്തിയിലെ തെരുവുകളുടെ അഗ്രഹാര തെരുവുകളുടെ കാഴ്ചയിലേക്ക് നമ്മളങ്ങനെ പതുക്കെ മന്ദം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല റോഡും കാര്യങ്ങളൊക്കെ കേട്ടോ. കുറച്ച് വീതി പറഞ്ഞ റോഡാണെങ്കിലും കുണ്ടും കുഴിയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ഹമ്പുണ്ട്. അതാണ് അഗ്രഹാരത്തിലുള്ള കാഴ്ചയാണ്. ഇവിടുന്ന് ആദ്യം കാണുന്ന ഹോട്ടലിൽ തന്നെ ഒരു ചായ കുടിക്കാമെന്ന് കരുതുന്നു. നല്ല വിശപ്പായി. ദിവസങ്ങളിൽ രഥോത്സവം ഉണ്ടോ അതോ രഥോത്സവം വരാൻ പോകണോ ഉള്ളത് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അവിടെ ചെറിയ രഥം കിടപ്പുണ്ട്. അവിടെ പന്തൽ കെട്ടോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കൽപ്പാത്തി ഫുഡ് കോർണർ എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു കട നമ്മൾ നേരത്തെ കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വീഡിയോയിൽ. അത് ചെറിയൊരു രഥമാണ്. രഥോത്സവത്തിൻ്റെ നാളുകൾ വരാൻ പോകുന്നതാണോ അത് കഴിഞ്ഞോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. നഷ്ടമായി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ മാലയൊക്കെ ഉണ്ടോ എല്ലാം അഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയായിട്ട് ചെറിയൊരു അമ്പലത്തിൻ്റെ കാഴ്ച, മുമ്പിലെ ചെറിയൊരു ഗോപുരമൊക്കെ ആയിട്ട് അമ്പലത്തിൻ്റെ കാഴ്ചയാണ്. ക്ഷിപ്രപ്രസാദ ഗണപതി ടെമ്പിളാണ്.
ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളുടെ ഉത്സവമായിരുന്നു എനിക്ക് തോന്നുന്നു. അതിനിവിടെ അമ്പലത്തിൽ രഥോത്സവം കഴിഞ്ഞിട്ടുണ്ടെന്ന് അഗ്രഹാരത്തിൻ്റെ കാഴ്ചകളാണ്. ചോദിക്കണം വിശ്വനാഥ ക്ഷേത്രം എവിടെയാണ്. അഗ്രഹാരത്തിലെ റോഡിക്കൂടെ ഞാൻ വെറുതെ നടക്കുകയാണ്. എല്ലാം മിക്കവാറും എല്ലാ അഗ്രഹാരത്തിൻ്റെ മുമ്പിൽ എല്ലാ വീടിൻ്റെ മുമ്പിൽ കാറുകളുണ്ട്, ഇഷ്ടംപോലെ കാറുകളുണ്ട്. നമ്മുടെ കൽപ്പാത്തി ഹൈ ക്ലാസ് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിലേക്ക് കയറാം. ഒരു ചായ കുടിച്ചേക്കാം. ഞാൻ അവിടെ നിന്നൊരു ചായ, ഒരു പൊങ്കൽ, ചായ അല്ല കേട്ടോ, കാപ്പി, ഒരു പൊങ്കൽ, ഒരു വട, അത്രയും കഴിച്ചാൽ 82 രൂപയാണ്. നല്ല അടിപൊളി ഫുഡാണ്. ഇതുവഴി വരുന്നവരൊന്ന് അവിടെ ഒന്ന് കയറി നോക്കണം. അതുപോലെ ഞാൻ ആദ്യം കാണിച്ചു തന്നത് ഗണപതി ക്ഷേത്രമല്ല, അത് തന്നെയാണ് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നേരെ കാണുന്നത്. ഇപ്പോൾ കൽപ്പാത്തിയിലെ കൂടുതൽ കുറേ കാഴ്ചകൾ വേണ്ടി ഞാൻ ഏതായാലും നേരെ നടക്കാമെന്ന് വെച്ചാൽ നേരെ ഒരു അമ്പലത്തിൻ്റെ കൊടിമരം കാണുന്നുണ്ട്. ഏതായാലും ഒന്നുകൂടെ പോയി നോക്കാം. ആണ് മന്ദാകര മഹാഗണപതി ക്ഷേത്രം എന്ന്. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ദിവസങ്ങളിൽ സപ്താഹ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു അമ്പലം. ഇവിടെ കുറേ അമ്പലങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഇവിടെയാണ്. ഇവിടെ മുമ്പത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇനി പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നും ഇല്ലയെന്ന് എനിക്ക് നോക്കാം. ലേക്ക് വന്നപ്പോൾ ഗോവിന്ദരാജപുരം എന്ന് പറഞ്ഞ ലെഫ്റ്റിലേക്കൊരു ഇതുണ്ട്. ഏതായാലും ആ വഴിക്ക് പോയി നോക്കാം. വേറൊരു തെരുവാണ് അഗ്രഹാരത്തിലെ തന്നെ. പഴയ രീതിയിലുള്ള തമിഴ് അഗ്രഹാരത്തിൻ്റെ കാഴ്ച ആണ് ശരിക്കും. ഇതൊരു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമമാണ് ശരിക്കും ഈ കൽപ്പാത്തി എന്ന് പറയുന്നത്. കൽപ്പാത്തിയുടെ ചരിത്രം ആദ്യം കാണിച്ച വിശ്വനാഥ ക്ഷേത്രത്തിന് 1425 700 ചില വർഷത്തിൻ്റെ പഴക്കമുണ്ട് ആ ഒരു അമ്പലത്തിന്. 1425 കോമ്പിയച്ചൻ എന്ന് പറഞ്ഞ പാലക്കാട്ടെ ഒരു രാജാവാണ് അത് പണി കഴിപ്പിച്ചത്. അങ്ങനെയുള്ള കുറേ ചരിത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കാഴ്ചയിൽ ചെറിയ അമ്പലമാണ്. ഞാൻ പറഞ്ഞിരുന്നു കുറേ അമ്പലങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ വേറൊരു അമ്പലത്തിൻ്റെ കൊടിമരവും കാഴ്ചകളുമാണ്. അഗ്രഹാരമായതുകൊണ്ട് മിക്കവാറും കുറേ അമ്പലങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ. മിക്കവാറും എല്ലാ വീട്ടിൻ്റെ മുമ്പിലും കാറുണ്ട് കേട്ടോ. അതുപോലെ ഇഷ്ടംപോലെ ഫുഡ്, അടിപൊളി ഹോട്ടലുകളുള്ള ഒരു സ്ഥലമാണ്. സൂപ്പർ ഫുഡുമാണ്. റോഡിലേക്ക് തന്നെ വന്ന് ചേരണ ഒരു റോഡാണ്. ഒന്ന് കറങ്ങി വരും. വേറൊരു തെരുവിൻ്റെ കാഴ്ച അത്രേ ഉള്ളൂ. കൂടുതൽ കാഴ്ചകൾ വേറെ വല്ല ഉണ്ടോ എന്ന് നോക്കാം. എന്നാൽ ഒരിക്കൽ ഞാൻ തിരിച്ചു കിടക്കാണ്. ആ മുമ്പിൽ അമ്പലത്തിൻ്റെ കുറേ കാഴ്ചകളുണ്ട്. അത് കൽപ്പാത്തിപ്പുഴയുടെ തീരത്താന്ന് പറഞ്ഞത്. കൽപ്പാത്തിപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴ തന്നെയാണ്. അതിൻ്റെ നിള, കൽപ്പാത്തിപ്പുഴ, അങ്ങനെ കുറേ പേരുകൾ കൽപ്പാത്തിപ്പുഴയ്ക്കുണ്ട്. ഭാരതപ്പുഴയ്ക്കുണ്ട്. ആ ഹോട്ടലിൽ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് തുലാമാസത്തിലാണ് കന്നി തുലാം, അതായത് ഓണം കഴിഞ്ഞ് 2ാമത്തെ മാസം തുലാമാസത്തിലാണ് ഇവിടെ രഥോത്സവം നടക്കുന്നതാണ്. എല്ലാ സ്ഥലത്തുനിന്ന് വരെ നോക്കണം. വേറെ താഴത്തേക്കാണ് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം. ഞാൻ ആദ്യം ഒരു ഗണപതി അമ്പലമാണ് തെറ്റിദ്ധരിച്ചായിരുന്നു. സൈഡിലുള്ള വേറൊരു തെരുവിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. ഇതാണ് വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. ഇനി ഇവിടെ വേറെ 1-2 സ്ഥലം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇപ്പം ഞാൻ നോക്കി നടക്കണേ. കൽപ്പാത്തിപ്പുഴയുടെ കാഴ്ചകൾ കാണാം. അപ്പോൾ ആ കൽപ്പാത്തിപ്പുഴയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നോക്കി നടക്കുക. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയില്ല. അവിടെ നേരെ ചെല്ലുമ്പോൾ വേറെ ഒരു അമ്പലം കൂടെ ഉണ്ട് കേട്ടോ. അത് കൃഷ്ണൻ്റെ അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേക ഒരു കാഴ്ചകളാണ് ഇവിടെ. ലക്ഷ്മി നാരായണ പെരുമാൾ ടെമ്പിൾ എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. വിഷ്ണു ക്ഷേത്രമാണത്. നോക്കി വന്ന സ്ഥലത്ത് ലക്ഷ്മി കോഫി ടീ സ്റ്റാൾ. പക്ഷേ തുറന്നിട്ടില്ല എന്നുള്ളൂ. ഈ ഒരു ചായ കൂടെ ഇവിടെ നിന്ന് കുടിച്ചേക്കായിരുന്നു. തുറന്നിട്ടില്ല. ഇത് വൈകിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, കൂടെ കയറിയാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു കാപ്പി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു ചായ അപ്പുറത്തുള്ള ഹോട്ടലിൽ നിന്ന് കുടിച്ചായിരുന്നു. അത് നന്നായി. അല്ലെങ്കിൽ നമ്മൾ ഇത് നോക്കിയിടുന്നത് ഈ ഹോട്ടൽ കാണുമ്പോൾ
ഒരു പക്ഷേ നമുക്ക് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥ തന്നെയാണ്. അതിന് ഒരു ഫിൽറ്റർ കോഫി മേടിച്ചു, അടിപൊളിയാണ്. 2 സ്ഥലത്ത് ഓരോ കോഫി ഞാൻ കുടിച്ചു, അടിപൊളി കോഫിയാണ്. ഈ കൽപ്പാത്തിയിൽ ജസ്റ്റ് വന്ന് ഈ ഇവിടുത്തെ ഫുഡ് ശരിക്കും ഒന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാനുള്ളത്. പ്രത്യേകിച്ചും വെറൈറ്റി ഫുഡുകളാണ്. അപ്പോൾ കൽപ്പാത്തിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരൊന്ന് വരിക. ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ പാലക്കാടൻ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ.